തകർന്നടിഞ്ഞു കിടക്കുന്ന മൂവാറ്റുപുഴ, വികസനം എത്തി നോക്കാത്ത മൂവാറ്റുപുഴ. 25-30 വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയുടെ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇമേജസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എടുത്തു വെച്ച് നോക്കൂ ജനങ്ങളെ. അന്നും ഇന്നും എന്നും ഒരുപോലെ വികസനം മുരടിച്ചു നിൽക്കുന്ന ഒരു നാടായി മൂവാറ്റുപുഴ മാറിയിട്ട് കാലം എത്രയായി? തൊട്ടടുത്ത് കിടക്കുന്ന തൊടുപുഴയിലോ ബൈപ്പാസുകളാവട്ടെ, വികസനങ്ങളാവട്ടെ, വാണിജ്യ സ്ഥാപനങ്ങളാവട്ടെ, എല്ലാ രീതിയിലും വളർന്നു പന്തലിക്കുന്ന തൊടുപുഴയ്ക്ക് മുയൽ നാമാവശേഷമായി പോയിരിക്കുന്ന മൂവാറ്റുപുഴ. ഈ മൂവാറ്റുപുഴയെ പരിപൂർണമായി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് തിരിച്ചു കയറ്റാനാണ് LDF തിരിച്ചു പിടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100% ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും, അവിടുത്തെ നിലവിലെ MLA ആയ മാത്യു കുഴൽനാടൻ ഒരു പരിപൂർണ പരാജയമായിരുന്നു എന്ന്. കൃത്യമായി ആ നാട്ടിലെ വാണിജ്യങ്ങൾ ഏതൊരു നാട്ടിലും ഉണരുന്നത് പോലെ ഓണക്കച്ചവടത്തിലേക്ക് ഉണർന്നപ്പോ കൃത്യമായി തുടങ്ങിവെച്ച PWD വർക്ക് വളരെ പെട്ടെന്ന് തീർക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നും നിങ്ങൾ മൂവാറ്റുപുഴയിലൂടെ കടന്നു പോകൂ. ഇപ്പോഴും ഓഫീസ് ടൈമിൽ പീക്ക് അവേഴ്സിൽ മൂവാറ്റുപുഴയിൽ ബ്ലോക്കാണ്. ഓണത്തിന് പോലും അടച്ചിടേണ്ടി വന്ന രീതിയിൽ മൂവാറ്റുപുഴയിൽ PWD വർക്ക് നടത്തിയപ്പോ ആ നാട്ടുകാർ വിചാരിച്ചു ശക്തമായ തിരിച്ചുവരവിനായിരിക്കും, വലിയൊരു വികസനത്തിലേക്കായിരിക്കുമല്ലോ വളരെ നാളുകൾക്ക് ശേഷം മൂവാറ്റുപുഴ പോകുന്നത് എന്ന്. ഇന്നും മൂവാറ്റുപുഴ ഒരു ഗതാഗത കുരുക്കിന്റെ കേന്ദ്രമായി മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ്. വാണിജ്യ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. എറണാകുളത്തിന്റെ ഒരു കവാടമായി പോലും മാറേണ്ടിയിരുന്ന മൂവാറ്റുപുഴയുടെ വികസന മുരടിപ്പിന്റെ നായകന്മാരെ തിരിച്ചറിഞ്ഞ് വികസനത്തിലേക്ക്, ആ നാടിനെ ഈരായി കേരള സംസ്ഥാനം പോയ വികസനത്തിലേക്ക് മൂവാറ്റുപുഴയെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ള ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് CPIM അവിടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക എന്നുള്ള പ്രത്യേകമായ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മൂവാറ്റുപുഴയും മാറും, മാറാത്തതും മാറും. ആ രീതിയിലേക്ക് വരണമെങ്കിൽ അവിടെ കറതീർന്ന ഒരു MLA ഉണ്ടാവണം, നല്ലൊരു ജനപ്രതിനിധി ഉണ്ടാവണം. ആ ജനപ്രതിനിധിക്ക് മാത്രമേ കാര്യങ്ങൾ പ്രാക്ടിക്കലായി, ലോജിക്കലായി കണ്ട നാടിന് വികസനത്തിന്റെ താരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. വലിയ പ്രതീക്ഷകളുമായി മൂവാറ്റുപുഴ കാത്തിരിക്കുകയാണ്.